എല്ലാവർക്കും നമസ്കാരം. ഈ മൗനം വിദ്വാനും ഭൂഷണം എന്ന് പറഞ്ഞിട്ടൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ നമുക്കിവിടെ അതെന്താണ്, ആത്മീയതയിൽ എന്താണ് പ്രാധാന്യം നിങ്ങളിപ്പോൾ ആലോചിക്കും. അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോണത്. ഇപ്പോൾ മഹാകാളി ഹീലിംഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു കൊല്ലത്തിൽ കൂടുതലായി. ഈ ആളുകൾ വരുന്നവരുടെ എക്സ്പീരിയൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ കഥകൾ അങ്ങനെ ഇഷ്ടംപോലെ കഥകൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ പിന്നെ അധികം കഥകൾ കേൾക്കാറില്ല. കാരണം ഇത് കേട്ടിട്ട് മടുപ്പായി എന്നുള്ളതാണ്. ഒരാളുടെ കഥ തന്നെയാണ് അടുത്താണ് പറയണത്. പേരും നാടും കഥാപാത്രം മാത്രമേ വ്യത്യാസമുള്ളൂ. മിക്കവാറൊക്കെ ഏതാണ്ട് സ്ട്രക്ചറൊക്കെ സെയിമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാര്യത്തിലേക്ക് വരുന്നു. മഹാകാളി ഹീലിങ്ങിലൂടെ ആ ബാധ എടുത്ത് മാറ്റി കൊടുക്കുന്നു, അവരെ എനർജി മാറ്റി കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ പരിപാടി ഇപ്പോൾ. അപ്പോൾ ഇതിൽ നിന്ന് കുറേ അനുഭവങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയാണ് ഒരു വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സംസാരത്തിലൂടെ വരുന്ന ശത്രുത്വം. അതായത് ഇപ്പോൾ കൂടുതലും ഞാൻ ഈ കൈകാര്യം ചെയ്ത കേസുകളിൽ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് അബോർഷൻ കേസുകളാണ്. അബോർഷൻ സോൾ റിലീസാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഈ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒത്തിരി പേരുടെ അടുത്ത് വരാറുണ്ട്. ആണുങ്ങൾ വരാറുണ്ട്, പെണ്ണുങ്ങൾ വരാറുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ കിട്ടിയേക്കണ ബ്ലാക്ക് മാജിക്സ്, അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ അടുത്ത് വരുന്നത്. കാരണം നമ്മൾ ഒരു പ്രാവശ്യം മാറ്റിക്കൊടുത്താലും പിന്നെയും അവർ ശത്രുക്കളെ ബാധകളെ വിടുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നറിയോ? ഇപ്പോൾ ഒരു അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ളൊരു പ്രശ്നമാണെന്ന് വിചാരിക്കും. അപ്പോൾ ആദ്യത്തെ ഭർത്താവിനുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ അമ്മായിയുമായിട്ട് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഭർത്താവായിട്ട് പ്രശ്നം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും. തെറ്റ് ആരുടെ ആയിക്കോട്ടെ. പക്ഷേ ആ സമയത്ത് നമ്മളുടെ സംസാര രീതി, ആർഗ്യുമെൻറ്റ്സ്, ഫൈറ്റിങ്, വാക്കുകൊണ്ടുള്ള ഫൈറ്റിങ്ങും കായികമായിട്ടുള്ള ഫൈറ്റിങ്ങും രണ്ടും വേണമെങ്കിൽ ആവാം. പക്ഷേ അതൊക്കെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ അതിഭീകരമാണ്. കാരണം അവിടെ വേറെ ആൾക്കാർ ഇടപെടും. ആ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ അച്ഛനമ്മ, അല്ലെങ്കിൽ ഇളയച്ചൻ ഇളയമ്മ, അല്ലെങ്കിൽ നാത്തൂൻ, അങ്ങനെയുള്ള പല ആൾക്കാരും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ ഇടപെടും. ഇടപെടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല സ്വഭാവമായിരിക്കുള്ളൂ. ഇപ്പോൾ ഒരാളുടെ സ്വഭാവമല്ല വേറൊരാൾക്ക്. ചിലർ ഇതൊക്കെ ഇങ്ങനെ ഇടപെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഉള്ളൊരു പരിപാടിയുണ്ട്, സൈലൻ്റായിട്ടിരിക്കും. പക്ഷെ അവർ പോയിട്ട് എന്ത് ചെയ്യും? ബ്ലാക്ക് മാജിക് ചെയ്യിപ്പിക്കണ വിദ്വാന്മാരുണ്ട് ഇതിനിടയിൽ കൂടി. അതാണ് ഏറ്റവും അപകടം പിടിച്ച പരിപാടി. വായ കൊണ്ട് പറഞ്ഞു പോയണമെങ്കിൽ കുഴപ്പമില്ല. ചിലർക്ക് വായ കൊണ്ടുള്ള പറച്ചിലിനേക്കാളും കൂടുതലായിട്ട് ക്രിയ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ, കേരളത്തിൽ മാത്രമല്ല, ഈ ബ്ലാക്ക് മാജിക് ചെയ്യിപ്പിക്കുന്ന ആളുടെ എണ്ണം കൂടി വരെയാണ്. അതൊരു ഭീകരമായൊരു അവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ ആളുകൾ രോഗികളുടെ എണ്ണം കൂടി വരുന്നെന്ന് പറഞ്ഞ പോലെയാണ്. ഈ രോഗികളുടെ എണ്ണം കൂടാനുള്ള കാരണം എന്താണ്? ഇത് തന്നെയാണ്. ഈ ബ്ലാക്ക് മാജിക് ചെയ്യിപ്പിച്ചിട്ട് എനിക്ക് തോന്നുന്നത് കുറേ രോഗികളൊന്നും രോഗികളല്ല ശരിക്കും. ഈ ബ്ലാക്ക് മാജിക് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാർ രോഗമായിട്ട്, ഇല്ലാത്ത രോഗമായിട്ട് ഹോസ്പിറ്റലിൽ കയറി കിടക്കുന്നു. പ്രത്യേകിച്ച് ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ. ഈ ചിലർ ഇങ്ങനെ ഈ നെഞ്ചിൻ്റെ ഇവിടെ ഒരു കനം, ഒരു കല്ലിയേറ്റ് വെച്ചിട്ട് ഫീലിംഗ് ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് അസുഖമായിട്ട് വന്നത്? നമുക്ക് ഒരു ചെക്കപ്പ് എടുത്താൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ ഒരു ഹീലിംഗ് ചെയ്താൽ മാറിപ്പോവും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹീലിംഗ് ചെയ്താലും മാറിപ്പോവും. റേക്കിയുടെ ഹീലിംഗ് ചെയ്താലും മാറിപ്പോവും. കാരണം അത് സയൻറ്റിഫിക്കായിട്ട് ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല. പക്ഷേ അതൊരു എന്താണ്, ഒരു എനർജിയുടെ പ്രശ്നമാണത്. ഡിപ്രഷൻ. ഈ ഡിപ്രഷൻ ഇത് തന്നെയാണ്. ഡിപ്രഷൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഡിപ്രഷൻ എൻ്റെ അടുത്ത് വന്ന് ഹീലിംഗ് എടുത്തേക്കണ ഒത്തിരി ആൾക്കാർ, മഹാകാളി ഹീലിംഗ് ചെയ്ത ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ഡിപ്രഷൻ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തെടുത്ത് പറയാറില്ല. ഓരോ അനുഭവങ്ങൾ ഇപ്പോഴാണ് നമ്മൾ അനുഭവങ്ങളൊക്കെ പറയുന്നത്. ഇത്രയും നാൾ ഇതിൻ്റെ അനുഭവങ്ങളും ഞാൻ അധികം ഷെയർ ചെയ്തിട്ടില്ല. അതൊരു പരസ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് മിണ്ടാണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ടൊക്കെ കയറുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൗനം വിദ്വാനും ഭൂഷണം. അപ്പോൾ നിങ്ങൾ ഒരു കല്യാണമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ അങ്ങനെ വേറെ ആൾക്കാരുടെ കൂടെയൊക്കെ ജീവിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, ഈ നമ്മൾ വായിൽ നിന്ന് വന്നൊരു വാക്ക് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു പ്രയോഗം, അത് സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരിക്കലും തേച്ചാലും മാച്ചാലും പോകില്ല. കാരണം മറ്റേ ഓപ്പോസിറ്റ് ആൾ ചോദിക്കും, നീ അന്ന് ആ ഒരു സമയത്ത് ഇന്ന ഡയലോഗ് എന്നോട് പറഞ്ഞില്ലേ, അത് ഞാൻ ഒരിക്കലും മറക്കൂല കേട്ടോ. അത് 10 കൊല്ലം കഴിഞ്ഞാൽ അയാളത് പറയും. എന്നെ പറയുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര ഹൈ മെമ്മറിയുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്? അവൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല, ഗ്രഡ്ജ് പോയിട്ടില്ല, വഴക്ക് പോയിട്ടില്ല. അപ്പം നമ്മൾ അതുപോലുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ സൈലൻ്റായിട്ടിരിക്കുക. ഒരു സിനിമയിൽ ഒരാൾ ഇതുപോലെ തന്നെ ഒരു മരണ മോളിൽ കയറി നിന്നിട്ട് കുറേ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞൊരു കഥയുണ്ട്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ അലറി വിളിച്ച് പറയൂ.
എന്തെങ്കിലും നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കണം എന്നുണ്ടെങ്കിൽ, അല്ലാതെ ഇത്തരം ആൾക്കാരുടെ അടുത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. അതാണ് ബുദ്ധി. ബുദ്ധി നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. കാരണം എല്ലാവർക്കും ഇതേപോലെ ഈ ഒരു മാന്ത്രികത്തിൻ്റെ ഒരു അടിമയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്ക് വരികയോ ശത്രുബാധ വരികയോ ചെയ്താൽ അതെങ്ങനെ മാറ്റണമെന്ന് അറിയില്ല. അമ്പലങ്ങളിൽ പോയി ഓരോ വഴിപാട് ചെയ്യും, അല്ലെങ്കിൽ കണ്ണി കണ്ട ആൾക്കാരത്തൊക്കെ പോകും. ഒരാൾ പറയും അവിടെ കൊള്ളാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓടും, ഇവിടെ കൊള്ളാം ഇങ്ങനെ ഓടും. പ്രോപ്പറായ രീതിയിൽ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഒരു പ്രാവശ്യം ഇറങ്ങിപ്പോയാലും ഈ ചെയ്യിക്കുന്ന ആൾക്കാർ ഇതിങ്ങനെ നോക്കും, ഒഴിവ് നോക്കും. അത് പോയല്ല, അന്ന് പറഞ്ഞോണ്ടിരിക്കട്ടെ, അവരങ്ങോട്ട് സൂഹിക്കണ്ട, പറഞ്ഞോണ്ടിരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഒന്നുകൂടി ചെയ്യിപ്പിക്കും. അതങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ മരുന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യിപ്പിച്ച ആളുടെ കുഴപ്പമാണ്, ചെയ്യിപ്പിച്ച ആൾ ചെയ്തിട്ട് അത് പോയിട്ടില്ല, പോയത് മടങ്ങി വന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ ആവണമെന്നില്ല സംഭവം. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. അറിയാത്ത ആൾക്കാർ ചെയ്താൽ ചിലപ്പോൾ മടങ്ങിയും വരും. പക്ഷേ കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാർ ചെയ്താലും രണ്ടാമത് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇതാണ്. സ്ഥായിയായിട്ട് നിങ്ങൾക്കൊരു ശത്രു ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വരുന്നത് നമ്മുടെ വായിലെ നാക്കുകൊണ്ടാണ്. അത് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ, അനാവശ്യമായ ആർഗ്യുമെൻറ്റ്സ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ശത്രുക്കളുടെ എണ്ണം കുറയും. ഉള്ള ജീവിതകാലം സുഖമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചൊരു പാഠമാണ്. അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക മാക്സിമം. അപ്പോൾ നമ്മൾ ഈ ആരാണ് ഈ ശത്രു, അല്ലെങ്കിൽ ഈ ബ്ലാക്ക് മാജിക്ക് ചെയ്യിപ്പിക്കുന്നത് ആരാണെന്ന് നമ്മളെങ്ങനെ അറിയും? ഒരിക്കലും അറിയാൻ പറ്റില്ല. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരാളായിക്കോളൂ ഇത് ചെയ്യിപ്പിക്കുന്നത്. ഇത് നമ്മൾ സംശയിക്കണമെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അവൻ ചിലപ്പോൾ ഈ പണിയൊന്നും ചെയ്യാൻ പോവില്ല. പക്ഷേ മറ്റവൻ സൈലൻ്റായിട്ടിരിക്കണമായിക്കോളൂ ചെയ്യണത്. അപ്പോൾ ഈ ഒരു പട്ടിയുടെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കുരക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ, അതുപോലെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തന്നത്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.